ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബറക്കത്തുള്ള സ്ത്രീകളുടെ 4 അടയാളങ്ങളാണ്. ആ 4 അടയാളങ്ങൾ നമ്മളെ സഹോദരിമാർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും പടച്ച തമ്പുരാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. അഥവാ ബറക്കത്തുള്ള സ്ത്രീകളുടെ 4 അടയാളങ്ങളാണ്. ബറക്കത്തുള്ള സ്ത്രീകളുടെ 4 അടയാളങ്ങൾ. ഈ 4 അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, അഥവാ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിന് ഒരുപാട് സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മൻ തസവ്വജ ബി ഇംറഅത്തിൻ ഫഖദ് അഖ്റജ സുലുസൈ ദീനിഹി. ഒരാൾ വിവാഹം കഴിച്ചാൽ, ഒരാൾ നിക്കാഹ് ചെയ്താൽ അവൻ ദീനിന്റെ 3ൽ 2 ഭാഗവും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം അവൻ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. ആരെങ്കിലും ആ ചര്യ നിരുത്സാഹപ്പെടുത്തിയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ദാമ്പത്യ ജീവിതത്തിന്റെ വൈവാഹിക ജീവിതത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നുള്ളത്. നമ്മളെ വൈവാഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് ഇത്ര സ്ഥാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? അവൾ ഉമ്മയാകേണ്ടവളാണ്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു: നബിയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആർക്കാണ്? ഏറ്റവും ഗുണം ചെയ്യേണ്ടത് ആർക്കാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു: ഉമ്മുക്ക, നിന്റെ ഉമ്മക്കാണ്. വീണ്ടും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു: ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആർക്കാണ് നബിയെ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. പിന്നെയും 3ാമതും ചോദിച്ചു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. 4ാമതും ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിന്റെ ഉപ്പയോടാണ് എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഒരു ഭാര്യക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം എത്രയാണ് എന്നുള്ളത്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഒരു മനുഷ്യൻ അല്ലാഹു 4 കാര്യങ്ങൾ കൊടുത്താൽ, ഒരു മനുഷ്യൻ അല്ലാഹു 4 കാര്യങ്ങൾ കൊടുത്താൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനായി എന്ന്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖൽബൻ ഷാക്കിറ, നന്ദി ചെയ്യാനുള്ള മനസ്സ്. റബ്ബ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് വേണം. ഒരു അൽഹംദുലില്ലാ എങ്കിലും നമ്മൾ ജീവിതത്തിൽ പറയണം. ഒരു ജീവിതത്തിൽ അല്ലാഹു ഒരു ദിവസം എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അൽഹംദുലില്ലാ എങ്കിലും പറയണം. ഒരു ശുക്രിന്റെ സുജൂദെങ്കിലും നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ 2ാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബദൻ സ്വാബിറ, ആരാധന ചെയ്യാൻ ക്ഷമയുള്ള ശരീരം. രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ നല്ല മഴയുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് എണീറ്റ് നിസ്കരിക്കണം. അപ്പൊ ക്ഷമയുള്ള ശരീരം വേണം. 3ാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്
ദാറൻ കസ്ത, ഉദ്ദേശിക്കപ്പെട്ട വീട്. നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഒരു വീട്. അതുപോലെ നാലാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സൗജത്തൻ സ്വാലിഹ, സ്വാലിഹായ ഭാര്യ എന്നുള്ളതാണ്. അപ്പൊ ഭാര്യ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദുന്യാ മത്താഉൻ, ഈ ദുനിയാവ് മുഴുവനും ചരക്കാണ്, ലേഗേജാണ്. വഖൈറു മത്താഇഹ, ആ ലേഗേജിൽ വെച്ച് ഏറ്റവും ഖൈറായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഭാര്യ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ ഭാര്യയുടെ സ്ഥാനം നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അദ്ദുന്യാ മത്താഉൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു ലേഗേജാണ്, ചരക്കാണ്. ചരക്കിൽ നല്ലതുണ്ടാകും, നല്ല ക്വാളിറ്റിയുള്ള പവിഴങ്ങൾ ഉണ്ടാകും, സ്വർണ്ണങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ ചീത്ത സാധനങ്ങൾ ഉണ്ടാകും. എന്നാൽ വഖൈറു മത്താഇഹ, ആ ലേഗേജിൽ വെച്ച് ഏറ്റവും ഖൈറായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഭാര്യയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ വൈവാഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ എന്ന് പറയുന്നത്. ആ ഭാര്യ ബറക്കത്തുള്ളവളായാൽ, ആ ഭാര്യ സ്വാലിഹായവളായാൽ നമ്മൾക്ക് ദുനിയാവിലും രക്ഷപ്പെടാം, ആഖിറത്തിലും രക്ഷപ്പെടാം. ഇനി നമ്മൾ ഒരു ബറക്കത്തുള്ള സ്ത്രീയുടെ 4 അടയാളങ്ങൾ നമ്മൾ പറയാണ്. ഈ 4 അടയാളങ്ങൾ ഉള്ള സ്ത്രീകൾ മാത്രമാണ് നല്ല സ്ത്രീകൾ, അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഇത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹിയായിൽ പറഞ്ഞ ചില അടയാളങ്ങളാണ്. ബറക്കത്തുള്ള സ്ത്രീയുടെ ഒന്നാമത്തെ അടയാളം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹിയാ ഉലൂമിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, സുർഅത്തു തസ്വീജിഹ, പെട്ടെന്ന് വിവാഹം നടക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിവാഹം നടക്കുന്ന സ്ത്രീകൾ ബറക്കത്തുള്ള സ്ത്രീകളായി നമ്മൾക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിനർത്ഥം മറ്റുള്ള സ്ത്രീകളൊക്കെ മോശക്കാരാണ്, സ്വാലിഹല്ല എന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. ഇങ്ങനെ പെട്ടെന്ന് വിവാഹം നടന്നാൽ അവൾ ബറക്കത്തുള്ള സ്ത്രീയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതുപോലെ രണ്ടാമത്തെ അടയാളം സുർഅത്തു റഹിമിഹ, പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ബറക്കത്തുള്ള സ്ത്രീയായി നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി പെട്ടെന്ന് ഗർഭിണിയായിട്ടില്ലെങ്കിൽ ഇവള് സാലിഹല്ല, ഇവള് മോശക്കാരിയാണെന്ന് അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. അങ്ങനെയാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹാജർ ബീവി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഗർഭം ചുമന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനൊക്കെ വയസ്സായിട്ടാണ്, ഹാജർ ബീവിക്കൊക്കെ വയസ്സായിട്ടാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഗർഭം ചുമക്കുന്നത്. ഇതൊക്കെ പറയുന്നത് സാധ്യതകളാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചില അടയാളങ്ങൾ രേഖപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു നമ്മളെ എല്ലാ സ്ത്രീകളെയും ബറക്കത്തുള്ള സ്ത്രീകളാക്കട്ടെ. നമ്മളെ ഭാര്യമാരെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതുപോലെ ബറക്കത്തുള്ള സ്ത്രീയുടെ മൂന്നാമത്തെ അടയാളം കില്ലത്തു മഹരിഹ, മഹർ കുറവായി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ശരിക്കും മഹർ നിശ്ചയിക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. എനിക്ക് ഇന്നത് വേണം, എനിക്ക് സ്വർണം വേണം, ഇത്ര പവൻ സ്വർണം വേണം എന്ന് പറയാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്ര മഹർ വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് ഇത്ര പൈസ വേണം, ഇത്ര വെള്ളി വേണമെന്നൊക്കെ പഴയ കാലത്ത് സ്ത്രീകൾ പറഞ്ഞിരുന്നു. അങ്ങനെ സ്ത്രീകൾ അത് നിശ്ചയിക്കുന്ന സമയത്ത് കുറവായി കെട്ടാൻ പോകുന്ന പുരുഷന്റെ കപ്പാസിറ്റിയും പൂളാസിറ്റിയും അനുസരിച്ച്, സാമ്പത്തിക നില അനുസരിച്ചുകൊണ്ട് മഹർ നിശ്ചയിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവൾ ബറക്കത്തുള്ളവളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബറക്കത്താക്കപ്പെട്ട സ്ത്രീയുടെ നാലാമത്തെ അടയാളം, ഇത് പല ഹദീസുകളിൽ നിന്നും നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. മിൻ ബറക്കത്തിൽ മർഅത്തി, ബറക്കത്താക്കപ്പെട്ട സ്ത്രീകളിൽ പെട്ടവളാണ് തബ്കീറുഹാ ബിൽ ഉൻസ, ആദ്യമായി പ്രസവിക്കുന്ന കുട്ടി പെൺകുട്ടിയാവുക എന്നുള്ളത്. ഒരാൾ പെൺകുട്ടിയെ പ്രസവിച്ചു, ആ പെൺകുട്ടിയെ പോറ്റി വളർത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ഗുണങ്ങൾ അവൾക്ക്, ആ മാതാപിതാക്കൾക്ക് നൽകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ തന്നെ ബറക്കത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ബറക്കത്താക്കപ്പെട്ട സ്ത്രീകളുടെ അടയാളമാണ്. ഒന്നാമത് പറഞ്ഞത് പെട്ടെന്ന് വിവാഹം ശരിയാവുക, രണ്ടാമത് പറഞ്ഞത് പെട്ടെന്ന് ഗർഭിണിയാവുക, മൂന്നാമത് പറഞ്ഞത് കുറഞ്ഞ നിലക്ക് മഹർ നിശ്ചയിക്കുക, നാലാമത് പറഞ്ഞത് ആദ്യമായി പ്രസവിക്കല് പെൺകുട്ടിയാവുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ എല്ലാ നിലക്കും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരെ പ്രശ്നങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല വീട് നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക്
മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിൽ നിന്ന് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ലക്ഷങ്ങൾ കടമുണ്ടെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വാടക വീട്ടിൽ കഴിയുന്ന ആളുകളെ കൊണ്ട് ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിക്കപ്പെട്ട വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സക്കീന എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പൊന്നുമോളുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖൈർ നൽകണേ അല്ലാ. സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, അയൽവാസികള്, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക്, സ്നേഹിച്ചവർക്ക്, സഹായിച്ചവർക്ക് എല്ലാവർക്കും മുഅ്മിനീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.